ഇപ്പം ഞങ്ങളെ കാണുന്നത് തന്നെ ചില വീട്ടുകാർക്ക് ഇഷ്ടമല്ല. വടക്ക് നിന്നും കിഴക്ക് നിന്നും വരുന്ന എനർജി നമ്മുടെ ഈ വീട്ടിലേക്ക് മാക്സിമം കിട്ടാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ചിലവർ പറയും തമിഴ്നാട്ടിലൊരു വാസ്തു, കേരളത്തിലൊരു വാസ്തു, കർണാടകത്തിൽ പോയാൽ വേറൊരു വാസ്തു. വാസ്തു ഒക്കെ ഒന്നേ ഉള്ളൂ. ചെന്ന വഴി നമുക്ക് രണ്ട് ഭിത്തിയൊക്കെ തല്ലിപ്പൊളിക്കാം. അങ്ങനെ ചെയ്ത് കാര്യമില്ല. നമ്മൾ ഈ എലമെൻറ്റ്സ് ബാലൻസ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കല്ലുപ്പാണ്. ഇതിൽ ഏറ്റവും വലിയ ഒരു ഗുരുതക്കേടാണ്. ഒരുത്തൻ വന്ന് നോക്കുക, അയ്യോ ഇതിങ്ങനെ ആയിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടുകാരന് മുഴുവൻ സമയം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നും. വടക്ക് കിഴക്ക് അടുക്കളയുള്ള വീട്ടിലെ സ്ത്രീകൾക്ക് അബ്ഡോമിനൽ പെയിൻസ് ഉണ്ടാകാറുണ്ട്. വടക്ക് അടഞ്ഞു കിടന്നോ അവിടെ മിക്കവാറും 90% നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിലേക്ക് വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വാസ്തു ആചാര്യനായ ശ്രീ രാജേന്ദ്ര ബാബു സാറാണ്. സർ നമസ്കാരം. നമസ്കാരം. വാസ്തുവിൽ വരുന്ന തെറ്റുകൾ, അതായത് വാസ്തു ശ്രദ്ധിക്കാതെ പണിയുന്ന വീടുകളോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വരുന്ന തെറ്റുകൾ, ആ ഒരു എനർജി ഇംബാലൻസ് എങ്ങനെയാണ് അവിടെ താമസിക്കുന്നവർക്ക് ബാധിക്കപ്പെടുന്നത്? ഇപ്പോൾ വാസ്തുശാസ്ത്രപരമായിട്ട് നമ്മൾ വീട് വെച്ചു, പറ്റിയില്ല, എല്ലാവർക്കും പറ്റിയില്ല. നമ്മളൊരു എഞ്ചിനീയറെ കണ്ടു വീടൊക്കെ വെച്ചു, അവരവരുടെ നമുക്ക് പറഞ്ഞ ആ സ്പേസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നല്ല കൺസ്ട്രക്ഷൻ നടത്തി തരും. പക്ഷെ അവിടെ ചില സ്ഥാനങ്ങളിൽ പഞ്ചഭൂതങ്ങളുടെ വിന്യാസം വ്യത്യാസപ്പെട്ടു വരും. ഈ പഞ്ചഭൂതങ്ങളുടെ വ്യത്യാസം കൊണ്ടോ ചില ജനലുകളുടെ അടപ്പ് തുറപ്പ്, ഇങ്ങനെ ചില ഓപ്പണിങ്, ചില അടവ്, കൂടാതെ അകത്ത് ഉപയോഗിക്കുന്ന കക്കൂസുകൾ, കുളിമുറികൾ, ഇതിനെല്ലാത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് ഭയങ്കരമായ ചില ഇത് വരും. നമ്മുടെ ലൈഫിനെ തന്നെ അങ്ങോട്ട് മാറ്റിമറിക്കുന്ന പ്രശ്നങ്ങൾ. ഇത് ഈ എലമെൻറ്റ്സ് നമ്മൾ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ചെന്ന് ചെക്ക് ചെയ്ത് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്താൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ചില വാസ്തു ആചാര്യന്മാർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പൊളിക്കി, ഇവിടെ തുളക്കി പറയും, വീട്ടിൽ ഒത്തിരി ചിലവ് വരുത്തും. ഇപ്പം ഞങ്ങളെ കാണുന്നത് തന്നെ ചില വീട്ടുകാർക്ക് ഇഷ്ടമല്ല. സത്യം പറയുകയാണ്. കാരണം ഇതുപോലുള്ള ആൾക്കാർ ചെന്നിട്ട് വേണ്ടാത്ത പയ്യാവേലി മുഴുവൻ ഒപ്പിച്ചിട്ട് അവിടെയും പൊളിച്ച് ഇവിടെയും പൊളിച്ച് വീട്ടുകാരുടെ പൈസയും കളഞ്ഞ് ലാസ്റ്റ് പഴയതിനൊക്കെ കഷ്ടമായിട്ട് ജീവിക്കണ ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നൊരാളെ വിളിച്ച് കാണിക്കാനുള്ള പൈസ പോലും അവർക്ക് തികയാത്ത അവസ്ഥ വരും. കിട്ടുന്ന ശമ്പളം കൊണ്ടോ കിട്ടുന്ന ആ ബിസിനസ്സോ അല്ലെങ്കിൽ കടകളിൽ നിന്നോ കച്ചവടത്തിൽ നിന്നോ കിട്ടുന്ന പൈസ എങ്ങോട്ട് പോകുന്നെന്ന് പോലും അവർക്ക് പോലും പ്രയോജനപ്പെടുത്താത്ത രീതിയിലാവും. ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ട വെട്ടിപ്പൊളിക്കണതിനേക്കാളും കൂട്ടിച്ചേർക്കണേക്കാൾ അതിനകത്തെ എനർജി എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാം. ഇവിടെ ഗ്രഹത്തിൽ ജീവിക്കുന്ന ഗ്രഹനാഥനോ അവരുടെ പത്നിയോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ പിള്ളേരോ, ഇവർക്ക് എല്ലാവർക്കും കൂടി സ്വസ്ഥമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, ഇതിനകത്തുകൂടി എന്ത് രീതിയിൽ ജീവിച്ചാൽ അല്ലെങ്കിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ എനർജി ബാലൻസ് ചെയ്തെടുക്കാം. ഒരു എനർജി വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് നമ്മുടെ കർത്തവ്യം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് വടക്ക് നിന്നും കിഴക്ക് നിന്നും വരുന്ന എനർജി നമ്മുടെ ഈ വീട്ടിലേക്ക് മാക്സിമം കിട്ടാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. ആ വീട്ടിൽ സന്തോഷം എന്നും നിലനിൽക്കും. കാരണം ഭൂമി വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രത്യേക സ്പീഡിലാണ്. അവിടുന്ന് തിരിച്ചു വരുന്ന ആ എനർജി നമുക്ക് അകത്ത് കിട്ടി അത് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യണം. ഇപ്പം ചിലവർ പറയും തമിഴ്നാട്ടിലൊരു വാസ്തു, കേരളത്തിലൊരു വാസ്തു, കർണാടകത്തിൽ പോയാൽ വേറൊരു വാസ്തു ഒക്കെ ഒന്നേ ഉള്ളൂ. ഭൂമി തിരിഞ്ഞും പറഞ്ഞ് കടലപ്പുറത്തുണ്ട് കായൽ ഇപ്പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ടല്ല. ഇതിനൊക്കെ എനർജി ബാലൻസ് ചെയ്യുന്നത് ഇതെല്ലാം സൂര്യൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എനർജി. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്തിട്ടാണ് നമ്മൾ ലക്കി ആകുമോ അൺലക്കി ആകുമോ, അല്ലെങ്കിൽ അകത്ത് താമസിക്കുന്നവരുടെ സർവാഭീഷ്ടങ്ങളും നടത്തി കിട്ടുമോ, അവർക്ക് അടുത്ത തലമുറയ്ക്ക് എല്ലാം നല്ല രീതിയിലേക്ക് വളർന്നു പോകുവാനുള്ള സാഹചര്യം ഈ ഒരു നമ്മുടെ പുണ്യമായ ഭവനത്തിൽ നിന്ന് കിട്ടണം. ഇതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ചെന്ന വഴി നമുക്ക് രണ്ട് ഭിത്തിയൊക്കെ തല്ലിപ്പൊളിക്കാം, അങ്ങനെ ചെയ്ത് കാര്യമില്ല. ഇത് ആ വീട്ടുകാർക്ക് വേണ്ടുന്ന രീതിയിലേക്ക് ഉപകാരപ്രദമായ രീതിയിൽ
ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചില സമയങ്ങളിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇപ്പം ചില ഈ ചൈനീസ് ഫെങ്ഷുയിക്കാർ ചെയ്യണ പോലെയല്ല, ചില നമ്മുടെ പ്രകൃതിയിൽ കിട്ടുന്ന ചില എലമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഈ എലമെൻറ്റ്സ് ബാലൻസ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കല്ലുപ്പാണ്. കല്ലുപ്പ്, പഞ്ചസാര, മഞ്ഞപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മൾ എനർജി മാറ്റിയെടുക്കും. മാറ്റി വലുതായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ ആ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അവരുടെ ബാക്കി നിലവാരത്തിലേക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ആരോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും നിൽക്കും. ആ ഒരു അവസ്ഥയായി. അങ്ങ് പറഞ്ഞു വടക്ക് കിഴക്ക്, അത് വാസ്തുവിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഈ വടക്ക് കിഴക്ക് എനർജി, കിഴക്ക് മാറ്റി നിർത്താം നമുക്ക്. എന്തായാലും എല്ലാവരും കിഴക്കോട്ടാണ് ഡോറ് വെക്കുക. കിഴക്കോട്ടാണ്. അല്ല, എല്ലാവർക്കും പറ്റില്ല. കാരണം ചിലപ്പോൾ റോഡ് തെക്ക് ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. ഇങ്ങനെയൊക്കെ വീട് വെക്കണം. അതെ, ഈ വടക്കിന്റെ എനർജി അത് വാസ്തുവിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്കാണ്. അതിനെ പറ്റി ഒന്ന് പറയാമോ? വടക്കാണ് ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട. അതായത് നമ്മൾ കുബേരൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, കുബേരനെ കണ്ടിട്ടില്ലല്ലോ നമ്മളാരും. പക്ഷെ വടക്ക് നിന്ന് വരുന്ന എനർജി നമ്മുടെ വീട്ടിലേക്ക് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ധനത്തിൻ്റെ വർധനവ്, ആ ധനത്തിൻ്റെ വർധനവിനെ നമ്മൾ കണക്കാക്കുന്ന വടക്ക് നിന്ന് വരുന്ന എനർജി എത്രമാത്രം നമുക്ക് കിട്ടുന്നോ, എത്രമാത്രം പ്രയോജനപ്പെടുന്നു, ഇത് വീട്ടിൻ്റെ ഐശ്വര്യത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. വടക്ക് അടഞ്ഞു കിടന്നോ അവിടെ മിക്കവാറും 90% എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം വടക്കടഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്പത്തിനെയാണ് ബാധിക്കുന്നത്. പിന്നെ റിലേഷൻസ്, നമ്മുടെ റിലേഷൻസ് ചിലപ്പം നശിച്ചു പോകും. മനസ്സമാധാനം ആദ്യമേ പോയി. വടക്കും കിഴക്കും പോകുമ്പോൾ മനസ്സമാധാനം പോയി. ഇതില് കുറെയൊക്കെ നമ്മൾ മനസ്സമാധാനം നമ്മൾ തന്നെ നശിപ്പിക്കും. വടക്കും കിഴക്കും പോയല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഒന്നുകൂടി ടെൻഷൻ പിടിക്കും. അത് നമ്മൾ ടെൻഷൻ പിടിക്കാതിരിക്കുക, അത് നമ്മൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയ ഒരു ഗുരുതക്കേടാണ്. ഒരുത്തം വന്ന് നോക്കുക, അയ്യോ ഇതിങ്ങനെ ആയിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടുകാരന് മുഴുവൻ സമയം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നും. ഈ ചിന്ത നമ്മളെ വലിയ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ട് തട്ടും. അങ്ങനെയല്ല, വടക്ക് പോയി കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മളിത് നടക്കുന്നത്. അല്ലാതെ വടക്ക് പോയി അയ്യോ നിങ്ങളും പോയി അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം വടക്ക് വശത്താണ് നമ്മളുടെ എല്ലാ നല്ല എനർജികളും വരുന്നത്. വടക്ക് വശത്താണ് ഏറ്റവും കൂടുതൽ. മറ്റുള്ളിടത്തുനിന്നും വരുന്നുണ്ട്. വടക്ക് വശത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എനർജി. കിഴക്കിനും പ്രാധാന്യമുണ്ട്. കിഴക്കും വടക്കും തന്നെയാണ്. കാരണം ഭൂമി വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അമേരിക്കയിലായാലും കേരളത്തിലായാലും ഇന്ത്യയിലായാലും തമിഴ്നാട്ടിലായാലും എല്ലാം ഭൂമി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് സ്വന്തം അച്ചുതണ്ടിൽ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഭാഗത്തു നിന്ന് വരുന്ന എനർജിയാണ് നമുക്ക് കിട്ടേണ്ടത്. അതെ. അപ്പൊ ഈ വടക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അടഞ്ഞു പോവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തൊക്കെ പരിഹാരമായിരിക്കും പറഞ്ഞു കൊടുക്കുക? വടക്ക് പറ്റുവാണെങ്കിൽ പരിഹാരം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു വിൻഡോ എങ്കിലും അവിടെ വെക്കാൻ തോന്നിക്കും. കാരണം അത്രയും ഉപകാരം വേറൊന്നുമില്ല. മറ്റ് എലമെന്റ്സ് വെച്ച് വടക്കിന്റെ എനർജി കയറ്റാം അല്ലെ കുറയ്ക്കാം എന്നൊന്നും നമുക്ക് പറ്റില്ല. വടക്കുന്നുള്ള എനർജി അതുപോലെയുള്ള കാര്യങ്ങൾ വടക്കുന്ന് തന്നെ വരണം. എന്നാലേ നമുക്ക് ആ വീട്ടില് വേറൊന്നും വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സമ്പത്തിന്റെ കുന്നുകൾ കയറി വരണ്ടേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ ഇങ്ങനത്തെ തെറ്റുകള്, ഈ ചെറിയ ചെറിയ തെറ്റുകൾ, ഇപ്പൊ അങ്ങ് പറഞ്ഞാൽ വിൻഡോ, പിന്നെ ഈ ബാത്റൂമുകള്, പിന്നെ കിച്ചൺ, ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ നമ്മുടെ ഇതുപോലെ എനർജീന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് പൊളിച്ചു മാറ്റാതെയൊക്കെ ചെയ്യുന്ന എങ്ങനെയായിരിക്കും? പൊളിച്ചു മാറ്റാതെ അതിനകത്ത് നമ്മൾ വേണ്ട എലമെന്റ്സുകൾ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഒരു വീട്ടിൽ ചെന്നു അവരുടെ വടക്ക് കിഴക്കാണ് അടുക്കള, നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. വടക്ക് കിഴക്ക് അടുക്കളയുള്ള വീട്ടിലെ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും അബ്ഡോമിനൽ പെയിൻസ് ഉണ്ടാകാറുണ്ട്.
അത് ചെക്ക് ചെയ്ത്, അത് സയൻറ്റിഫിക്കായിട്ട് പലരും ചെക്ക് ചെയ്ത് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിനേക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ അബ്ഡോമിനൽ പെയിൻസ് അവർക്ക് ഫൈബ്രോയിഡായിട്ടോ അതല്ലെങ്കിൽ ഗർഭപാത്ര സംബന്ധമായ പല അസുഖങ്ങളിലേക്കും നയിക്കാറുണ്ട്. അതായത് വടക്ക് കിഴക്കേ മൂലയിലെ അഗ്നി അത് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. നേരെ മറിച്ച് തെക്ക് കിഴക്കാണ് അഗ്നിയെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നമുക്ക് എന്ത് വാസ്തുപരമായിട്ട് ഇപ്പൊ ഇത് ചെയ്തിട്ടില്ല. അപ്പൊ തെക്ക് കിഴക്കേ മൂലയില് തെക്ക് ഭാഗത്ത് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കുഴികളും ഇതെല്ലാം നമ്മുടെ ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തും, അകത്ത് മാറ്റങ്ങൾ വരുത്തും. ഇപ്പൊ തൽക്കാലത്തേക്ക് അകത്തൊരു ചെറിയ വിളക്ക് കത്തിച്ച് വെക്കുകയോ അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും അവിടെ അഗ്നി ജ്വലിപ്പിക്കുകയോ, അഗ്നികോണിൽ അഗ്നി ജ്വലിപ്പിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് അവരുടെ വീട് നോക്കിയിട്ട് അതിനെ പലതിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിലും ഇതെല്ലാം ചെയ്യും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യും. അത് ആ വീട്ടിൽ ചെന്ന് അത് അവിടെ എന്താണ് കുറവെന്ന് നോക്കിയിട്ട് അത് കൂട്ടി കൊടുക്കണം. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ്റുമെങ്കിൽ കുറയ്ക്കാമെന്ന് നോക്കണം. അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്.